ധാരാളം തൊഴിലവസരങ്ങളുള്ള കോർപ്പറേറ്റീവ് സെക്ടർ വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് സഹായകരമാവും വിധത്തിലുള്ള MCQ ക്വസ്റ്റ്യനുകൾ കോർപ്പറേഷൻ സിലബസിൽ നിന്നുള്ള MCQ ക്വസ്റ്റ്യനുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. കോർപ്പറേറ്റീവ് ടെക്കിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ള പഠിതാക്കളിലേക്ക് ഷെയർ ചെയ്യുമല്ലോ. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The dash is the apex federation of the consumer cooperatives in India. ഓപ്ഷൻസ് വായിക്കുന്നില്ല, വായിച്ചു നോക്കുക. Dash is the apex federation of the consumer cooperatives in India. Consumer cooperatives-ൻ്റെ അപ്പെക്സ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന ഫസ്റ്റ് ഓപ്ഷൻ എ ഓപ്ഷനാണ്. നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഇതിനെ NCCF എന്നും പറയാറുണ്ട്. NCCFൻ്റെ ചുരുക്കരൂപം തന്നിട്ട് അതിൻ്റെ കംപ്ലീറ്റ് രൂപം ചോദിക്കാറുണ്ട്. പലപ്പോഴും നാഷണൽ കോപ്പറേറ്റീവ് ഈ ഓപ്ഷനിൽ കാണുന്ന പോലെ തന്നെ സി ഓപ്ഷൻ നോക്കും, നാഷണൽ കൺസ്യൂമർ. അപ്പോൾ രണ്ട് സി എന്തിനെ സൂചിപ്പിക്കുന്നു, ആദ്യം ഏത് സി വരുന്നു എന്നതൊക്കെ തികച്ചും കൺഫ്യൂഷനാണ്. നാഷണൽ കോപ്പറേറ്റീവ് ആണ്, നാഷണൽ കൺസ്യൂമർ അല്ല. നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ക്വസ്റ്റ്യനിൽ പറയുന്നത് പോലെ തന്നെ അപ്പെക്സ് ഫെഡറേഷനാണ്, അപ്പെക്സ് ഓർഗനൈസേഷനാണ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ഇന്ത്യയിലുള്ള. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതുമായി ബന്ധപ്പെട്ട് കാണാറുണ്ട്. NCCF എന്നാണ് നിലവിൽ വന്നത്? 16th ഒക്ടോബർ 1965 65 ഒക്ടോബർ 16 നിലവിൽ വന്നത്. വീണ്ടും പറയാം, അപ്പെക്സ് ബോഡി ഓഫ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ്. ഇത് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 2002 പ്രകാരമാണ്. ഇതും മറ്റൊരു ക്വസ്റ്റ്യനാണ്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 2002 പ്രകാരമാണ് ഇത് നിലവിൽ വന്നത്. നമുക്കറിയാം 1942 ആക്ട് റീപ്ലേസ് ചെയ്തിട്ടാണ് 1984 ആക്ട് വരുന്നത്. അത് റീപ്ലേസ് ചെയ്തിട്ടാണ് 2002 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് നിലവിൽ വരുന്നത്. ഇന്ത്യ ഒട്ടാകെ 29ഓളം ബ്രാഞ്ചുകൾ NCCFനുണ്ട്. NCCFൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. ഇതെല്ലാം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. 21 അംഗങ്ങൾ 21 മെമ്പേഴ്സ് ആണ് നിലവിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിട്ട് NCCFൽ ഉള്ളത്. അൾട്ടിമേറ്റ് അതോറിറ്റി ജനറൽ ബോഡിക്കാണുള്ളത്. ജനറൽ ബോഡിക്കാണ് ഏറ്റവും സുപ്രീം പവറുകളുള്ളത് ജനറൽ ബോഡിക്കാണുള്ളത്. ഇത്രയാണ് NCCFനെ പറ്റി ചുരുക്കി പറയാവുന്ന നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട കുറച്ച് പോയിന്റുകൾ. 1965 16th ഒക്ടോബറിൽ നിലവിൽ വന്നത് പ്രത്യേകം ഓർത്ത് വെക്കേണ്ടതുമാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. NCCF വാസ് സെറ്റ് അപ്പ് ഓൺ dash and is administered under the Multi-State Cooperative Societies Act 2002. തൊട്ട് മുമ്പ് പറഞ്ഞ 2 പോയിന്റും ഈ ക്വസ്റ്റ്യൻ ഉൾപ്പെട്ടിട്ടുണ്ട്. NCCF സെറ്റപ്പ് ചെയ്തത് ഞാൻ ആദ്യമേ പറഞ്ഞ് 16th ഒക്ടോബർ 1965 അതായത് ബി ഓപ്ഷനാണ് ഈ ക്വസ്റ്റ്യനിലെ ബി ഓപ്ഷനാണ് ഇവിടുത്തെ ശരിയായ ആൻസർ. ക്വസ്റ്റ്യനിൽ മറ്റൊരു പോയിന്റും കൂടി വീണ്ടും പറയുന്നു. 2002 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് പ്രകാരമാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 2002 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ആക്ട് 1984 ആക്ടിനെ റീപ്ലേസ് ചെയ്ത് വന്നതാണ്. 1984 ആക്ട് 1942 ആക്ടിനെയും റീപ്ലേസ് ചെയ്ത് നിലവിൽ വന്നതുമായിരുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. NCCF was set up on 16th October 1965 and is administered under the. വീണ്ടും ആ ക്വസ്റ്റ്യന് തിരിച്ചിട്ടിട്ട് മറ്റൊരു രീതിയിൽ ചോദിച്ചെന്നേ ഉള്ളൂ. ഈ 2 പോയിന്റ് നമ്മൾ പറഞ്ഞത് തന്നെയാണ്. ഇവിടുത്തെ റൈറ്റ് ആൻസർ നമുക്കറിയാം എ ഓപ്ഷനായ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 2002 ആണ്. ഈ ആക്ടിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് അതിന് തൊട്ട് മുമ്പത്തെ 2 ആക്ടുകളെ റീപ്ലേസ് ചെയ്തിട്ടാണ് 2002 ആക്ട് നിലവിൽ വരുന്നത്. ആ തൊട്ട് മുമ്പത്തെ ആക്ടുകൾ എന്ന് വെച്ചാൽ ഒന്ന് 1942
1942 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് റീപ്ലേസ്ഡ് ബൈ 1984 ആക്ട്. 1984 ആക്ട് റീപ്ലേസ്ഡ് ബൈ 2002 ആക്ട്. ഇതും ഇവിടെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റായിട്ട് ഓർത്ത് വെക്കേണ്ടതാണ്. ഏതായാലും NCCF നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, വീണ്ടും വീണ്ടും പറയുന്നത് പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്, ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്, കേട്ടിട്ടും പഠിക്കാം എന്നത് ഒരു സ്ട്രാറ്റജിയാണ്. കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവിൻ്റെ അപ്പെക്സ് ബോഡി കൂടിയാണ് NCCF. 1965 നിലവിൽ വന്നു. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് മാനേജ് ചെയ്യുന്നത്. 21 മെമ്പേഴ്സാണ് നിലവിലുള്ളത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദി ഡാഷ് വാസ്, ഒരു ഡാഷ് മിസ്സിംഗ് ആയിട്ടുണ്ട്. ദി ഡാഷ് വാസ് established in 1969 as an apex organization for coordinating, guiding and promoting cooperative housing activities in India. Cooperative housing activities ഇന്ത്യയിൽ ഗൈഡ് ചെയ്യുന്നത്, കോർഡിനേറ്റ് ചെയ്യുന്നത്, പ്രൊമോട്ട് ചെയ്യുന്ന അപ്പെക്സ് ഓർഗനൈസേഷൻ, അപ്പെക്സ് ബോഡി ഇന്ത്യയിൽ, അതും 1969 നിലവിൽ വന്നത് ഏത് എന്നാണ് ചോദിച്ചത്. ഇവിടുത്തെ റൈറ്റ് ആൻസർ നാഷണൽ കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ എന്ന എ ഓപ്ഷനാണ്. നാഷണൽ കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷനാണ് 1969 വന്ന കോപ്പറേറ്റീവ് ഹൗസിംഗ് ആക്ടിവിറ്റീസിൻ്റെ അപ്പെക്സ് ഓർഗനൈസേഷൻ. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റിംഗ്, ഗൈഡിങ് ആൻഡ് പ്രൊമോട്ടിംഗ് കോപ്പറേറ്റീവ് ഹൗസിംഗ് ആക്ടിവിറ്റീസ് ഇൻ ഇന്ത്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ടി മിസ്സിംഗ് ഉണ്ട്. ദി നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ നാഫെഡ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ, മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ കൂടിയാണ് നാഫെഡ്. നാഫെഡ് നിലവിൽ വന്ന വർഷം ഏത് എന്നാണ് ചോദിച്ചത്. ഇവിടുത്തെ റൈറ്റ് ആൻസർ ഡി ഓപ്ഷനായ 1958 1958 നാഫെഡ് 2 ഒക്ടോബർ 1958 നിലവിൽ വരുന്നത്. ഇതും മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെടുന്ന, അഡ്മിനിസ്ട്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥാപനം കൂടി ആണ്. ഇതെന്തിനാ ചോദിച്ചാൽ മാർക്കറ്റിംഗ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ്, പ്രത്യേകിച്ചും ഫാമേഴ്സിന് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഫാമേഴ്സ് ഡെവലപ്പ് ചെയ്ത, അവർ പ്രൊഡ്യൂസ് ചെയ്ത അഗ്രികൾച്ചർ പ്രൊഡക്റ്റിനെ നാഷണൽ ലെവലിൽ മാർക്കറ്റ് ചെയ്യേണ്ട ഒരു അപ്പെക്സ് ഓർഗനൈസേഷൻ കൂടിയാണ് നാഫെഡ്. ഒരു നാഷണൽ ലെവൽ മാർക്കറ്റിംഗ് ഏജൻസി എന്നും വേണമെങ്കിൽ പറയാം. ഇവിടെ ഓർത്ത് വെക്കേണ്ടത് ഫാർമേഴ്സിനാണ് ബെനിഫിറ്റ്, ഫാർമേഴ്സ് തന്നെയാണ് നടത്തിക്കൊണ്ട് പോകുന്നത്, അവർ തന്നെയാണ് മെയിൻ മെമ്പേഴ്സായിട്ട് ഇതിൽ ചെയ്യുക. പിന്നെ ഇവിടെ ഓർക്കേണ്ട നാഫെഡിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നാഫെഡിൽ കാണാറുണ്ട്. മെയിനായിട്ട് ഓർക്കേണ്ടത് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 1963 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആക്ട് 1960 ഇയർ മാറിപ്പോയി. നാഫെഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1958 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. 2 ഒക്ടോബർ 1958. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. നാഷണൽ മാർക്കറ്റിംഗ് ഏജൻസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സും ന്യൂഡൽഹിയിൽ തന്നെയാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പ്രൊമോട്ട് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ്. പിന്നെ ഇവരെ പബ്ലിക്കേഷൻ്റെ പേര് കോപ്പറേറ്റീവ് ടൂർ എന്നാണ്. നാഫെഡിൻ്റെ പബ്ലിക്കേഷൻ്റെ പേരാണെന്ത്, കോപ്പറേറ്റീവ് ടൂർ എന്നതും ഓർക്കേണ്ട മറ്റൊരു പോയിന്റും കൂടിയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ NCDC was set up in 1963 by the central government by passing, ഏത് ആക്ട് പാസ്സാക്കിയിട്ടാണ് 1963 NCDC അതായത് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സെറ്റപ്പ് ചെയ്തതെന്നാണ് ചോദിച്ചത്. 1962 ആക്ട് പ്രകാരം, അതായത് NCDC ആക്ട് ഇൻ 1962, നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ NCDC ആക്ട് 1962 ആക്ട് പ്രകാരം 1963 മാർച്ച് 13 NCDC ഫോം ചെയ്യുന്നതും ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സും ന്യൂഡൽഹി തന്നെയാണ്. ഇതിൻ്റെയും ഹെഡ് ക്വാർട്ടേഴ്സ്.
ഇതും ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനാണ്, അതായത് പാർലമെൻറ്റ് ആക്ടിലൂടെ രൂപീകരിച്ച ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനും കൂടിയാണ് NCDC. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്ലാനിങ് ആൻഡ് പ്രൊമോട്ടിംഗ് പ്രോഗ്രാംസ് ഫോർ പ്രൊഡക്ഷൻ, പ്രോസസ്സിംഗ്, മാർക്കറ്റിംഗ്, സ്റ്റോറേജ്, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ്. പ്രത്യേകിച്ചും അഗ്രികൾച്ചർ പ്രൊഡക്റ്റുകളും പിന്നെ ഫുഡ് സ്റ്റെപ്സ്, ഇൻഡസ്ട്രിയൽ ഗുഡ്സ്, ലൈഫ് സ്റ്റോക്സ്, ഇതിൻ്റെ എല്ലാം പ്ലാനിങ്, ഇത് പ്രൊമോട്ട് ചെയ്യുക, അതിന് വേണ്ടിയ പ്രോഗ്രാംസ്, മാർക്കറ്റിംഗ്, അത് സ്റ്റോറേജ്, അതിന് വേണ്ട സ്റ്റോറേജ്, അതിന് വേണ്ട എക്സ്പോർട്ട് ഇമ്പോർട്ട് ഗൈഡ് ലൈൻസ്, സപ്പോർട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു ഓർഗനൈസേഷൻ കൂടിയാണ് NCDC. NCDCയിലും ധാരാളം ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. മെയിനായിട്ടും ഓർക്കേണ്ടത് NCDC വാസ് സെറ്റപ്പ് ഓൺ, ക്വസ്റ്റ്യനിൽ പറയുന്ന പോലെ 1963 മാർച്ച് 13 ഇത് രൂപീകരിക്കുന്നത്. ആക്ട് പാസ്സാക്കുന്നത് NCDC ആക്ട് വാസ് പാസ്ഡ് ഇൻ ദ ഇയർ 1962 ആക്ട് പ്രകാരം 63 ഫോം ചെയ്യുന്നു. ഇതിൻ്റെയും ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി തന്നെയാണ്. 3rd 5-year പ്ലാനിലാണ് NCDC നിലവിൽ വരുന്നത്. ആദ്യമേ പറഞ്ഞതുപോലെ ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനാണ് എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റ് ആക്ടിലൂടെ പാസ്സാക്കിയിട്ട് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറിൻ്റെ കീഴിൽ വരുന്ന ഒരു ഓർഗനൈസേഷൻ കൂടിയാണ് NCDC. പിന്നെ NCDCയിൽ ഓർക്കേണ്ടത് മറ്റൊരു പോയിന്റ്, ജനറൽ കൗൺസിൽ 51 മെമ്പേഴ്സ് ഉണ്ടാവും. സുപ്രീം ബോഡി ഓഫ് NCDC എന്നത് ജനറൽ കൗൺസിലാണ് സുപ്രീം ബോഡി ഓഫ് NCDC. അതിൽ 51 മെമ്പേഴ്സാണ് ഈ ജനറൽ കൗൺസിലിൽ ഉണ്ടാവുക. NCDCൻ്റെ ഒരു സ്കീം പലപ്പോഴും ചോദിച്ച് കാണാറുണ്ട്, മിനിമം സപ്പോർട്ട് പ്രൈസ്, MSP എന്ന പേരിൽ അറിയപ്പെടുന്ന മിനിമം സപ്പോർട്ട് പ്രൈസ് ഒരു NCDC സ്കീം കൂടിയാണ്. പിന്നെ ഇവർ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു ഫണ്ടിൻ്റെ പേര് നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ഫണ്ട്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ NCDCക്ക് ഉണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.